സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പതിവാണ്. പക്ഷേ ഇവിടെ സ്വരാജിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞില്ലേ, ആഘോഷങ്ങളിൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകാറുള്ള ആളാണ്. അത് പെരുന്നാളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ എല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കാറുള്ളത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല. അതെ മനു, തീർച്ചയായും അത് തന്നെയാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും കൃത്യമായി സ്വരാജുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ ഈ പെരുന്നാൾ ദിനത്തിൽ പോലും സ്വരാജിന് മണ്ഡലത്തിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു, അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നു, വലിയ ഒരു വിജയാശംസകൾ നേരുന്നു. വലിയൊരു സ്വീകാര്യത ഇപ്പോൾ പെരുന്നാൾ ദിനത്തിലും സ്വരാജിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്ത്രീകളായാലും കുട്ടികളായാലും എല്ലാവരും പ്രായഭേദമന്യെയാണ് വലിയൊരു സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സൗഹൃദം പങ്കിടുന്നു. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ഏറ്റവും പ്രിയങ്കരനായി നിലമ്പൂരുകാരുടെ സ്വന്തം ആയി സ്വരാജ് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സംസാരിക്കുന്നതൊക്കെ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ കഴിഞ്ഞ് പള്ളി വിട്ടിറങ്ങി വന്ന ആളുകളായിരിക്കും അല്ലേ? തീർച്ചയായും ഈ ചന്തക്കുന്ന് പള്ളിയിലെ ഈദ്ഗാഹ് ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുന്ന ആളുകളാണിപ്പോൾ സ്വരാജിനെ ഹസ്തദാനം നൽകുന്നു, അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ കൃത്യമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം നൽകിക്കൊണ്ട് വരുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ചന്തക്കുന്ന് പള്ളിയിലെ ഈദ്ഗാഹ് ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ, അതായത് ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ സ്വരാജിനെ സ്വീകരിക്കാൻ വേണ്ടി എത്തുന്നു. എന്താണ് സ്വരാജേട്ടന് ആശംസകൾ അർപ്പിക്കാൻ വന്നതാണോ? എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി? അടിപൊളിയല്ലേ? അടിപൊളി തന്നെ. പെരുന്നാൾ ആഘോഷം എങ്ങനെ? ഞങ്ങൾ ഇന്നെ വീട്ടിൽ പോവാൻ നിൽക്കുന്നു. ഞങ്ങൾ പോവാട്ടെ. എന്താണ് ഇന്ന് ഫുഡൊക്കെ? ബിരിയാണി. അതൊരു പെരുന്നാൾ ആഘോഷത്തിനെത്തിയ കുട്ടികളടക്കം സ്വരാജിന് ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. മനു, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് വലിയൊരു സ്വീകാര്യത ഇപ്പോൾ മണ്ഡലത്തിലുടനീളം സ്വരാജിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചിരുന്നു. പള്ളികളെത്തിയ ഇസ്ലാം മത വിശ്വാസികളടക്കം വലിയൊരു സ്വീകാര്യതയാണ് നൽകിയിട്ടുള്ളത്. എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പെരുന്നാൾ കൂടെ വന്നിരിക്കുന്നത്. ഈദ് മുബാറക്. സ്ഥാനാർത്ഥിയെ കണ്ടില്ലേ? സ്വരാജിനെ ആയിക്കോളൂ, തീർച്ചയായും. പെരുന്നാൾ ആഘോഷവും ഇലക്ഷനും എങ്ങനെയുണ്ട്? നല്ലൊരു തന്നെയാണ്. ഇലക്ഷൻ നല്ല ഒരു കട്ട മത്സരമാണ്. എന്തായാലും നമ്മൾ സഖാവ് ജയിക്കും. ആദ്യമായിട്ടാണോ ഒരു പെരുന്നാൾ ദിനത്തിൽ ഇലക്ഷൻ വരുന്നത്? അതെ, ആദ്യമായിട്ടൊന്നും നമുക്ക് അറിയില്ല. ഏതായാലും ഇതൊരു നല്ല മത്സരം തന്നെയാണ്. എന്താണിന്ന് പെരുന്നാളിന്റെ വിശേഷം എന്ന് പറയും? എല്ലാവർക്കും ഈദ് മുബാറക്ക് പറയുന്നു. വീട്ടിൽ എല്ലാവർക്കും ഈദ് മുബാറക്ക് എല്ലാ സഖാക്കും. പെരുന്നാൾ ഇലക്ഷന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിവിടെ ഷൗക്കത്ത് ജയിക്കണം. ഷൗക്കത്ത് ജയിച്ചാലേ നമുക്ക് കാര്യമുള്ളൂ. കാരണം എന്താ, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഷൗക്കത്ത്. അപ്പം എന്താ പറയുക, സ്വരാജും സ്വന്തം നാട്ടുകാരനാണ്. അതുകൊണ്ട് കാര്യമില്ല. ഷൗക്കത്ത് പറഞ്ഞാൽ ഇവിടെ മുനിസിപ്പാലിറ്റി ചെയർമാനായിരിക്കുമ്പോഴേ കുറേ വികസനങ്ങൾ ഇവിടെ ചെയ്തേക്കണ്. നമ്മൾ പിന്നെ നിലമ്പൂർ സ്റ്റാൻഡായാലും ബസ് സ്റ്റാൻഡായാലും കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പൊളിച്ചത് കോൺഗ്രസ്സാരാണ്. അത് പറയില്ല ആൾക്കാർ. സ്വരാജ് ജയിക്കും. ഇവിടെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. എങ്ങനെയായാലും ഇവിടെ UDF ആരെയാണ് എങ്ങനെയായാലും ബാബുട്ടിയാക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബാബുട്ടിയാക്കാൻ്റെ മുകളിലൊരു കോൺഗ്രസിൻ്റെ നേതാവ് ഉണ്ടാകുന്ന തീരുമാനമുള്ള ആളാണ്. ഈ ചന്തക്കുന്ന് നിവാസികൾക്കൊക്കെ അറിയാം. ഇവിടെ KPCC ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ VA കരീം എന്ന കാക്കു മത്സരിക്കുന്നത്. ഈ കാക്കു ജയിച്ചു കഴിഞ്ഞ ചെയർമാൻ കാക്കു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ കുത്തളം കോട്ടയിലാണ് കാക്കുവിനെ തോൽപ്പിച്ചത്. ഈ തോൽപ്പിച്ചതിൻ്റെ പിന്നിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മേൽ ചുക്കാൻ പിടിച്ച ആൾ ബാപ്പുട്ടിയാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ബാപ്പുട്ടി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തോൽക്കേണ്ടി വന്നത്. ഇത് തൻ്റെ പാർട്ടി തൻ്റെ മുകളിൽ ഒരാൾ വരുന്ന ആളെ അടിച്ചമർത്താനെന്നില്ല ലക്ഷ്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വി വി പ്രകാശ് പരാജയപ്പെട്ടത്. ഇനിയും ആരും നിന്നാലും ബാപ്പുട്ടിയാക്ക് ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാന്നുള്ള ലക്ഷ്യമാണ്. ബാപ്പുട്ടിയാക്കാണ് നിലമ്പൂരത്തെ കോൺഗ്രസ് എന്നിടത്താണ് ബാപ്പുട്ടിയാക്ക് നിൽക്കുന്നത്. ഇലക്ഷൻ തീവാറും പോരാട്ടമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും തീവാറും പോരാട്ടമായിരിക്കും. എങ്ങനെയുണ്ട്? സ്വരാജിനെ കണ്ടോ? സ്വരാജിനെ കണ്ടു, സ്ഥാനാർത്ഥിനെ കണ്ടു. തീർച്ചയായിട്ടും ജയിക്കും. പെരുന്നാൾ ആഘോഷം എങ്ങനെ? ഉഷാറായി പോകണം.
അത്തരത്തിൽ വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് മനു മണ്ഡലത്തിലുടനീളം എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചന്തക്കുന്ന് പള്ളിയിലെ ഈ ഈദ്ഗാഹിൽ പങ്കെടുത്ത ആളുകളുമായി സൗഹൃദവും അതേപോലെ തന്നെ ആശംസകളൊക്കെ നേരുകയാണ് സ്വരാജും. അതേപോലെ തന്നെ സ്വരാജിന് തിരിച്ചും ഈ ഇസ്ലാം മതവിശ്വാസികളെല്ലാം ഒറ്റക്കെട്ടായി നേരുന്ന ഒരു കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചന്തക്കുന്ന് പള്ളിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മനു, പക്ഷേ ഞാൻ ആ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം പര്യടന പരിപാടി പോലെയല്ല. അതൊരു സൗഹൃദം പങ്കുവയ്ക്കുന്ന, സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു പെരുന്നാൾ ദിനത്തിൻ്റെ എല്ലാ മനോഹാരിതയും നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ഇടയിൽ എപ്പോഴും ഉള്ള ഒരാൾ എത്തിയതിൻ്റെ ഒരു സ്നേഹവും ഒരു ഇഷ്ടവും ഒക്കെ അവരുടെ മുഖത്തിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. സച്ചിൻ, മനു, തീർച്ചയായും. കാരണം ഒരു വീട്ടുകാരെ പോലെയാണ് സ്വരാജിനെ ഇപ്പോൾ ഈ ചന്തക്കുന്ന് പള്ളിയിലെത്തിയ ആളുകളൊക്കെ സ്വീകരിക്കുന്നത്. അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി സ്വരാജിനെ സ്വീകരിക്കുന്നു, അവരൊക്കെ ആശംസകൾ അറിയിക്കുന്നു, പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ സ്ത്രീകൾ അടക്കമുള്ള ആളുകളൊക്കെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നു. വലിയൊരു സ്വീകാര്യത ഈ പെരുന്നാൾ ദിനത്തിലും എം സ്വരാജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കാണാൻ സാധിക്കുന്നത്. ചന്തക്കുന്ന് പള്ളിയിൽ നിന്നാണ് എം സ്വരാജിൻ്റെ ഒരു സ്ഥാനാർത്ഥി കൊച്ചു കുട്ടികളൊക്കെ എടുത്തു പൊക്കിക്കൊണ്ടാണ് അവരുടെ രക്ഷിതാക്കൾ സ്വരാജിന് ഹസ്തദാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടെ സെൽഫി എടുക്കുന്നു, അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കുന്നു, പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. എല്ലാവരും ഒരു കുടുംബത്തിലെ സ്വന്തം ആളെ പോലെ തന്നെയാണ് സ്വരാജിനെ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത്. ചന്തക്കുന്ന് പള്ളിയിലെ ഈദ്ഗാഹ് ചടങ്ങുകളെല്ലാം പുരോഗമിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇസ്ലാം മത വിശ്വാസികളെല്ലാം പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് ഈ സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി? സൂപ്പർ. പെരുന്നാൾ ദിനത്തിൽ ഇലക്ഷൻ്റെ ഒരു പ്രചരണം എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. എന്തൊക്കെയാണെന്ന് പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് പറയും? എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ്, ബിരിയാണിയാണോ? മന്തിയാണ്. ബിരിയാണി, മന്തി, കബ്സ. ഈദ് മുബാറക്. സ്വരാജിനെ അറിയോ? വിജയിക്കില്ലേ? എത്ര ഭൂരിപക്ഷം കിട്ടും? അതറിയില്ല. അത് കുട്ടികൾക്കെല്ലാം തന്നെ സ്വരാജിനെ അറിയാം. അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ശ്രദ്ധേയമായ കാര്യം. കാരണം ചെറിയ കുട്ടികൾ പോലും വലിയ രീതിയിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ. എങ്ങനെയുണ്ട് ഇലക്ഷനും പെരുന്നാളൊക്കെ വളരെ ചൂടാണ്. ഇലക്ഷൻ പ്രത്യേകിച്ച് കാലവർഷം വരുമ്പോഴും ചൂടാണ്. പിന്നെ ഷൗക്കത്തിന് ഇതായിട്ട് സ്വരാജ് വന്നതിന് ശേഷം ഒന്നുകൂടി ഉഷാറാണ്. ഇലക്ഷൻ ചൂടാണ്. തീപാറും പോരാട്ടം. അത്തരത്തിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ നിലമ്പൂരുകാരെല്ലാം പങ്കുവെക്കുന്നത്. ഈ എല്ലാവരും സെൽഫി എടുക്കുന്നു, സ്വരാജിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നു. അതേപോലെ തന്നെ സൗഹൃദങ്ങൾ പങ്കിടുന്നു, കെട്ടിപ്പിടിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ ചന്തക്കുന്ന് പള്ളിയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ്. എങ്ങനെയുണ്ട് പെരുന്നാളും ഇലക്ഷനും? ഇലക്ഷൻ നല്ല ഉഷാറായിട്ട് നടക്കണ്. സ്വരാജിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. വിജയിച്ചു കഴിഞ്ഞു. അതെ, അങ്ങനെയാണ്. ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്യാരക്ടറാണ്. ഇത്രയും നല്ലൊരു സ്ഥാനാർത്ഥിനെ ഈ സ്റ്റേറ്റിൽ ഇത്രയും നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. അതാണ് ഒരു സംശയമല്ലേ. നിലമ്പൂരിന്റെ മുഖച്ഛായ മാറും. നിലമ്പൂരിന്റെ മുഖച്ഛായ മാത്രമല്ല, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പറ്റിയ ആളാണ്. അത്രമാത്രം ഭാവനകളുള്ള ആളാണ്.